അവധി സമയമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് സമയമൊക്കെ കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമ്മളവരെ സെൽഫ് അവെയർ ആക്കാനും സോഷ്യലി അവെയർ ആക്കാനും വലിയ പരിശ്രമങ്ങൾ ആവശ്യമാണ്. അവരുടെ ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ വിജയം തന്നെ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവധി സമയത്ത് ഇതിനൊക്കെ സാധിക്കുള്ളൂ. സ്കൂളുകളിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് സിലബസും ഒരുപാട് പഠിത്തവും പരീക്ഷയും ഒക്കെ ആയിട്ട് സ്കൂളുകളൊക്കെ അങ്ങ് വളരെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുമ്പോൾ സ്കൂളിൽ കിട്ടാത്ത അല്ലെങ്കിൽ അവിടെ അവർക്ക് ലഭിക്കാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വലിയ ഫോക്കസും വലിയ മുൻഗണനയും മാതാപിതാക്കൾ കുട്ടികൾക്ക് അവധി സമയത്തൊക്കെ നൽകണം. കുട്ടികളൊക്കെ ധാരാളമായിട്ട് കളിക്കാനൊക്കെ വിടുക. ഒരു കണ്ടീഷനും ഇല്ലാതെ അവരൊക്കെ ഓടിച്ചാടി കളിക്കട്ടെ. അവരൊക്കെ നമ്മുടെ ഈ ഗ്രൗണ്ടുകളൊക്കെ റീചാർജ് ചെയ്യുക. സമപ്രായക്കാരായ കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടാനും കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കി കൊടുക്കുക. ധാരാളം യാത്ര ചെയ്യുക, ബന്ധുവീടുകളിലൊക്കെ പോവുക, മാളിൽ പോവുക, കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ അജണ്ടയായി മാറേണ്ടത്. കുട്ടികൾക്കൊക്കെ ധാരാളമായ മാനുഷിക എക്സ്പീരിയൻസുകൾ, സാമൂഹികപരമായ എക്സ്പീരിയൻസുകൾ, ഇടപെടാനും സൗഹൃദങ്ങൾ വളർത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങളും സാവകാശങ്ങളും ഒക്കെ അവർക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അതായിരിക്കണം ഈ അവധി സമയത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ ഇമോഷണൽ ഗ്രോത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഒന്നാമത് കുട്ടികളൊക്കെ 1ഉം 2ഉമായിട്ടൊക്കെയാണ് വളർന്നു വരുന്നത്. അവർക്ക് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. സ്കൂളൊക്കെ ഒരുപാട് ലിമിറ്റിംഗ് ആണ്. ഒരു ലിമിറ്റിംഗ് എൻവയോൺമെൻറ്റാണ് സ്കൂളിലൊക്കെ ഉള്ളത്. കാരണം ഇടപെടാനുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ കുറച്ചിട്ട് അമിതമായ സ്ട്രിക്ട്നെസ്സും അമിതമായ കൺട്രോളും അമിതമായ റൂൾസ് റെഗുലേഷൻസും ഒക്കെ ആയിട്ടാണ് സ്കൂളുകൾ പലപ്പോഴും പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ എടുത്താൽ ആ ഒരു പാറ്റേണാണ് അവരൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇമോഷണലായിട്ടൊരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനുള്ള ചാൻസസ് വളരെ കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഒരു ഇമോഷണൽ ഗ്രോത്ത് പ്രോപ്പറായിട്ടില്ലാത്ത കുട്ടികൾ ടീനേജിലേക്കൊക്കെ വരുമ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻഡിഫറൻസ്, ഇതൊക്കെ പിന്നീട് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നുണ്ട് പല കുട്ടികളിലും. ചെറിയ പ്രായത്തിൽ ഒരു ഇമോഷണൽ ഗ്രോത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന പേരൻസ് വളരെ വയസ്സാണെന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ അവധി സമയമാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ, ഇന്ത്യയിൽ പലയിടത്തും ഇപ്പോൾ അവധി സമയമാണ്. ഇനി അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ വെക്കേഷൻസൊക്കെ വരികയാണ്. ഈ വെക്കേഷനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു ഇമോഷണൽ ഗ്രോത്തിനാണ്. ഓഫ് കോഴ്സ് ഫിസിക്കൽ ഹെൽത്തും ഇതിൻ്റെ ഒപ്പം തന്നെ വളരെ പ്രധാനമാണ്. അതിൻ്റെ കൂടെ ഈ ഇമോഷണൽ ഗ്രോത്തിന് കുട്ടികളെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആക്കുന്നതിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കണം. അത് എത്രയും ചെറിയ പ്രായത്തിൽ അത് സാധ്യമാകുന്നു അത്രയും നമുക്ക് ഫ്യൂച്ചർ അഷ്വേർഡ് ആണെന്നുള്ളതാണ് വാസ്തവം. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളിൽ എമ്പതി ഉണ്ടോ, അവർക്ക് ഒരു സ്ട്രോങ് എമ്പതി ഫോർ അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ എമ്പതിയോടുകൂടി പെരുമാറാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? ഇത് വളരെ ചെറിയ പ്രായത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന ഒരു ഭാഗവും കൂടി ചേർന്നതാണ് ഒരു കുട്ടിയുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ല ഒറ്റയ്ക്കൊരു കുട്ടിയെ അങ്ങ് മിടുക്കനാക്കി, ഡോക്ടറാക്കി, എൻജിനീയറാക്കി, സയൻറ്റിസ്റ്റാക്കി ഒരാൾ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ച് കളയും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഒരു കുട്ടി അതിൻ്റെ ചുറ്റുപാടുമായിട്ടും ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുമായിട്ടും സമൂഹവുമായിട്ടും സാഹചര്യങ്ങളുമായിട്ടും എങ്ങനെ ഇഫക്റ്റീവായിട്ട് പൊരുത്തപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്. മറ്റു മനുഷ്യരെയും കൂടെ മനസ്സിലാക്കാനും മനസ്സിലാക്കി പെരുമാറാനും ഒക്കെ ഉള്ളൊരു കഴിവാണ്. ഒരാളുടെ വിഷമോ വേദനയോ സ്നേഹമോ സങ്കടമോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെയും കൂടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പോൾ ഒരു സെൽഫ് സെൻറ്റേർഡ്നെസ് കുട്ടികളിൽ കൂടുകയാണ്. ഞാനും എൻ്റെ കാര്യങ്ങൾ മാത്രം, അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ കുട്ടികൾ പഠിക്കുന്നില്ല, അവരെ പഠിപ്പിക്കുന്നില്ല. അതാണ് വാസ്തവം. അപ്പം എമ്പതി ചെറിയ പ്രായം മുതലേ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പല കമൻസും കുട്ടികളെ ഒരു എമ്പതി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയാണ്. ധാരാളം ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങളിലൂടെയാണ് കുട്ടികൾ എമ്പതിയൊക്കെ കൂടുതലായിട്ടും പഠിച്ചെടുക്കുന്നത്. സൗഹൃദങ്ങളൊക്കെ ഈ കാര്യത്തിൽ വളരെ ആവശ്യമാണ്. സമപ്രായക്കാരുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ധാരാളമായിട്ടുണ്ടാകണം. ബന്ധുവീടുകളിലൊക്കെ പോകുന്നതും കളിക്കുന്നതും മാറി താമസിക്കുന്നതും ഒക്കെ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം കുട്ടികളുടെ സെൽഫ് അവെയർനെസ്സാണ്. ഒരു ഇമോഷണൽ ഗ്രോത്തിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. പല കുട്ടികളും അവർക്ക് ചേരാത്ത അവരല്ലാത്ത പല കാര്യങ്ങളുമാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്.
അവരാരാണെന്ന് മനസ്സിലാക്കാതെ അവർ വേറെ ആരെയോ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പലപ്പോഴും കുട്ടികളുടെ എബിലിറ്റിക്കും ടാലൻറ്റിനും ഒന്നും ചേരാത്ത ലക്ഷ്യങ്ങൾ പോലും കുട്ടികൾ പിന്നീട് ഏറ്റെടുക്കുന്നതും അത് പിന്നീട് ഫെയിലിയർ ആകുന്നതിൻ്റെ ഒക്കെ കാരണം ഒരു സെൽഫ് അവെയർനെസ് ഇല്ല. അവരാരാണ്, അവർക്ക് വേണ്ടത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അവരുടെ എബിലിറ്റീസ് എവിടെ നിൽക്കുന്നു, അവരുടെ ഇൻ്റലിജൻസ് എവിടെ നിൽക്കുന്നു, ഓരോ കാര്യത്തെപ്പറ്റി അവർക്കൊരു അവെയർനെസ് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും വളരെ കൃത്യതയോടുകൂടി എടുക്കാനും അവർക്കതിൽ വിജയത്തിലെത്തിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു വിനയവും കൂടിയാണ്. ഞാൻ ആരാണെന്നുള്ള കൃത്യമായ ഒരു മനസ്സിലാക്കലിനൊരു വിനയപ്പെടൽ ആവശ്യമാണ്. ഒരുപാട് ഈഗോ സെൻട്രിക് ആയിട്ടും കോംപ്ലക്സോടും ഒക്കെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മളെപ്പറ്റി കൃത്യമായ ഒരു അവെയർനെസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ ഈ ഒരു കുട്ടികൾ സെൽഫ് അവെയർ ആവണമെങ്കിൽ അവരോട് വളരെ സിൻസിയറായിട്ട് ആയിരിക്കണം. അവർക്ക് ചുറ്റുമുള്ള മുതിർന്നവർ, പ്രത്യേകിച്ച് പേരൻസും മറ്റുമൊക്കെ ഇടപെടേണ്ടത്. കാരണം അവരായിരിക്കുന്നതിൽ നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ അവർ വേറൊന്നുമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത ഈഗോയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാനൊന്നും അവർ ശ്രമിക്കത്തില്ല. അവരായിരിക്കുന്നതിൽ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ പേരൻസ് തയ്യാറാണെങ്കിൽ ആ ഒരു ഹ്യൂമിലിറ്റി നമ്മൾ അവരോട് കാണിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവരും വളരെ ഹമ്പിളായിട്ട് അവരാരാണെന്നുള്ള കാര്യത്തിലൊരു കൃത്യതയോടുകൂടി ഇടപെടാനൊക്കെ അവർ ശ്രമിക്കും എന്നുള്ളത് വാസ്തവമാണ്. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ളൊരു കഴിവാണ്. അത് കരച്ചിലാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും വേദനയാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്തുമായിക്കോട്ടെ, ഓരോ വികാരങ്ങളും വളരെ വാലിഡാണ്, ഓരോ വികാരങ്ങളും ശരിയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനെയൊക്കെ അവർക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതോ അതൊക്കെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാക്കി അല്ലെ മറ്റുള്ളവരുടെ പ്രോബ്ലംസായിട്ടൊക്കെ അതിനെ ചിത്രീകരിക്കാനും ബ്ലെയിം ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം മറ്റുള്ളവരുടെ തലയിലോട്ട് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ചെറിയ പ്രായം മുതലേ അവരുടെ ഓരോ ഇമോഷൻസിനെയും മാനേജ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ഒന്നാമത് ഓരോ ഇമോഷൻസും മനസ്സിലാക്കാൻ അവരെ പഠിപ്പിക്കണം. എന്താണ് ഈ ഇമോഷൻസൊക്കെ, ഇത്തരം ഇമോഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്, ഓരോ ഇമോഷൻസിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ വളരെയധികം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര അസൂയയാണ്, എനിക്ക് വേറൊരാൾ വിജയിക്കുന്ന അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അതൊരു അസൂയാണെന്നും അത് അസൂയ ആ കുട്ടിക്ക് ഉണ്ടെന്നും ഒരു അവെയർനെസ് അതിനുണ്ട്. പക്ഷേ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ ഇമോഷൻസിനെയും, ചിലർക്ക് അമിതമായ ദേഷ്യമാണ്, ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനൊന്നും അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ മറ്റുള്ളവരുമായിട്ട് വലിയ പ്രശ്നത്തിലും തർക്കത്തിലും ഒക്കെ ഏർപ്പെടുന്നു. സ്വന്തമായിട്ടൊരു സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ സ്വസ്ഥത ഇല്ലാതാക്കുന്നു. ഇതൊക്കെ പല കുട്ടികളുടെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ അവരെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. ഈ ദേഷ്യമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ആ ദേഷ്യം എൻ്റെ ദേഹത്തോട്ടോ അല്ലെങ്കിൽ അമ്മയുടെ ദേഹത്തോട്ടോ അല്ല അത് കയറ്റി വിടേണ്ടത്. അത് സ്വയം മാനേജ് ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ അതിന് കുട്ടിയിലെ ആ ഒരു റീഫോർമേഷനെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും. ഇതിനെ ആരോഗ്യം, ഇപ്പോൾ ദേഷ്യം എന്ന് പറയുന്നതിന് ഒരു എനർജിയാണ്. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റും. അതിനെ കുറച്ചുകൂടെ ഏതെങ്കിലും ജോലികളായിട്ടും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആ എനർജി ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ മേഖലയിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. ഈ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇരുന്നുകൊണ്ട് ആ ദേഷ്യമെല്ലാം മറ്റുള്ളവരുടെ ദേഹത്തോട്ട് കയറ്റി വിടുന്ന ഒരവസ്ഥയെ നമ്മൾ സ്വീകരിക്കാനിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങളാകും. കുട്ടികളെയൊക്കെ ദേഷ്യത്തെയൊക്കെ മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചേ പറ്റുള്ളൂ. അതുപോലെ അവരുടെ ഇമോഷൻസിനെ വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതും വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ദേഷ്യം വന്നു എന്നുള്ളത് കൊണ്ട് ആ ദേഷ്യത്തെ ആരോഗ്യപരമായി എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, എങ്ങനെയാണ് ഇഷ്ടമില്ല എന്ന് പറയുന്നത്, ഒരു നോ പറയേണ്ടടുത്ത് എങ്ങനെയാണ് വളരെ മാന്യമായി നോ പറയേണ്ടത്, ഒരു കാര്യം വേണ്ട എന്നുള്ളത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് വളരെ ഡീസൻ്റായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത്. പേരൻസൊക്കെ അതിന് മോഡൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഓരോ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിലും അത്ര ക്രിട്ടിക്കലായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത്, ഇതൊക്കെയാണ് കുട്ടികൾ കണ്ടുപഠിക്കുന്നത്. കുട്ടികൾ നമ്മളെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ഓരോന്നും പേരൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരൊക്കെ ചുറ്റുമുള്ള മുതിർന്നവരൊക്കെ ആരോഗ്യപരമായി പെരുമാറുന്നവരാണെങ്കിൽ കുട്ടികളിലും ആ ആരോഗ്യപരമായ പെരുമാറൽ ശീലങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ചലഞ്ച് വരുമ്പോൾ, ഒരു വെല്ലുവിളി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽറ്റി വരുമ്പോൾ അതിനെ
ഒരു ഡീസൻ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പലപ്പോഴും അറിയാൻ വയ്യാത്ത ധാരാളം കുട്ടികളുണ്ട്. അതൊക്കെ ഈ അവധി സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ധാരാളം സാഹചര്യങ്ങളിലൂടെ സിമുലേറ്റ് ചെയ്തും അത്തരമൊക്കെ കാര്യങ്ങളെ നമുക്കൊന്ന് പിന്നെ റോൾ പ്ലേ ചെയ്തുമൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ, ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്തെല്ലാം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡാണ് എങ്കിൽ പോലും അത് ഒരു അത്യാവശ്യം എടുത്ത് കഴിക്കുന്നത് അതിൻ്റെ ഒരു മാനേഴ്സാണ്. അല്ല, ഇഷ്ടമില്ലാത്തൊരു ഫുഡാണ്, ഇതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഒരു ബാഡ് മാനേഴ്സാണ്. അപ്പോൾ ഇത് കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ അതുമായിട്ടൊക്കെ ഓക്കെ, നമുക്ക് ഇഷ്ടമില്ല, കോഫി ഇഷ്ടമില്ല എങ്കിലും നമുക്ക് സെർവ് ചെയ്തത് കൊണ്ട് ഒരു 2 സിപ്പ് എടുത്ത് അവിടെ വെച്ച് ഒരു കുഴപ്പമില്ല, ആർക്കും അതിലൊരു പ്രയാസമൊന്നും ആകത്തില്ല. നേരെ മറിച്ച് കോഫി സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാപ്പി കുടിക്കില്ല എന്ന് പറയുന്നത് ഒരു ബാഡ് മാനേഴ്സാണ്. അപ്പോൾ സ്വഭാവമായിട്ട് സെർവ് ചെയ്ത് പോയി, അപ്പോൾ പിന്നെ ആ സെർവ് ചെയ്ത ആളിനെ ഹർട്ട് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ വലിയ ഡീസൻസി എന്ന് പറയുന്നത്. അതുപോലെ വളരെ പ്രധാനമാണ് നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക. അതൊരു ഇമോഷണൽ ഗ്രോത്താണ്. എപ്പോഴും മറ്റുള്ളവരുടെ ഒക്കെ ആവശ്യങ്ങളുടെ മേലും അതുപോലെ നമ്മുടെ ചുറ്റുപാടിൻ്റെ ആവശ്യങ്ങളുടെ മേലും ഒക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ തന്നെ എന്താ പപ്പ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അല്ലെ അമ്മയ്ക്ക് എന്താ പറ്റിയത്, അല്ലെ ബ്രദർ എന്തുകൊണ്ടാണ് സാഡായിട്ടിരിക്കുന്നത്, അതൊക്കെ ഒരു ക്യൂരിയസ് ആയിരിക്കണം. നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളോട് ഒരു നിസ്സംഗതയോടെ നിൽക്കുന്നത് ഒരു ഇമോഷണലി ഗ്രോ ചെയ്ത ഒരാളുടെ അവസ്ഥയല്ല. നേരെ മറിച്ച് നമുക്ക് ചുറ്റുപാടുകളോട് നമുക്കൊന്ന് പിന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യൂരിയോസിറ്റി വളരെ ആവശ്യമാണ്. ഒരു ചെടി കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ചെടി കരിഞ്ഞു പോകുന്നത്? ഒരു പിന്നെ വീട്ടിലൊരു പെറ്റുണ്ട്, അത് ക്ഷീണിച്ച് കിടക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നില്ല, കഴിക്കുന്നില്ല. ഇതിനോടൊക്കെ നമ്മൾ അല്പം ക്യൂരിയസ് ആയിരിക്കണം. ഒന്നിനോടും ഒരു വികാരമില്ലാത്ത അവസ്ഥ പിന്നീട് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പാളിച്ചകൾ സംഭവിക്കും. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരുടെ പ്രശ്നം അവർക്ക് ചുറ്റുപാടുകളിലുള്ള ഒരു കാര്യത്തോടും യാതൊരു ക്യൂരിയസ് നേച്ചറും ഇല്ല എന്നുള്ളതാണ്. ഒന്നിനോടും ഒരു വികാരവും ഇല്ല, വിറകും കൊള്ളി പോലുള്ള മനുഷ്യർ. ഇത് വലിയ അപകടമാണ്. നമ്മുടെ ചെറിയ പ്രായം മുതലേ കുട്ടികളിലൊക്കെ അത്തരത്തിലുള്ള അമിതമായൊരു ക്യൂരിയോസിറ്റി അല്ല, പക്ഷെ ഒരു ഡീസൻ്റായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മളെ സംബന്ധിച്ച് വളരെ ആവശ്യമാണ്. അതില്ലാതിരിക്കുന്നതും വലിയ അപകടമാണ്. എല്ലാം ബോദർ ചെയ്യുന്നതൊന്നുമല്ല, പക്ഷേ എല്ലാമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും എല്ലാത്തിനോടും ഹെൽത്തി ആയിട്ട് റിയാക്ട് ചെയ്യുന്നതുമൊക്കെ ഒരു ആരോഗ്യപരമായ ഒരു ഇമോഷണൽ ഗ്രോത്ത് ആണ് എന്നുള്ളത് പ്രധാനമായിട്ടും മനസ്സിലാക്കും. ഇമോഷണൽ ഗ്രോത്ത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ഒരു കുട്ടി സമൂഹവുമായിട്ട് എങ്ങനെ പരിസ്ഥിതിയുമായിട്ടും സമൂഹവുമായിട്ടും ചുറ്റുപാടുമായിട്ടും സൗഹൃദങ്ങളുമായിട്ടുമൊക്കെ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തെ ഉറപ്പിക്കാൻ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫാക്ടറാണ് സോഷ്യൽ സ്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ അവധി സമയങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാം. കൂടുതൽ യാത്രകളും കൂടുതൽ ആൾക്കാരുമായിട്ട് സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഇടപെടാനുള്ള അവസരങ്ങളും ചുറ്റുപാടും പരിസ്ഥിതിയും ഒക്കെ ആയിട്ട് ഇടപെടാനുള്ള അവസരങ്ങളും ഒക്കെ ധാരാളമായിട്ട് കുട്ടികൾക്ക് കൂട്ടിക്കൊടുക്കുക. അൺകണ്ടീഷണലായിട്ട് കളിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ എല്ലാ ഗ്രൗണ്ടുകളും റീചാർജ് ചെയ്യുകയും സമപ്രായക്കാരായ കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടുകയും ധാരാളം കളിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ കളിച്ച് വളർന്ന ഒരു തലമുറ കുറേ കൂടെ കരുത്തരായിരുന്നു. ഇന്ന് കുട്ടികളിൽ മാനസിക വൈകാരിക പ്രശ്നങ്ങളൊക്കെ കൂടുന്നു, സ്വഭാവപരമായ പ്രശ്നങ്ങളൊക്കെ കൂടുന്നു, സെൽഫിഷ്നെസ് കൂടുന്നു. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം അവർക്ക് നല്ലൊരു സോഷ്യൽ ഗ്രൂമിങ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ധാരാളം ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴാണ് മനുഷ്യനായി തീരുന്നത്. ഒരു മനുഷ്യൻ്റെ മാനവിക തലങ്ങളെല്ലാം ഉയരുന്നത് ഇടപെടലുകളിലൂടെയാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകിച്ച് ക്യാമ്പുകളൊക്കെ ഈ അവധി സമയത്തൊക്കെ കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ക്യാമ്പുകളും മറ്റുമൊക്കെ നടത്താൻ സംഘടനകളും സമുദായങ്ങളും മതങ്ങളും എല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ്. കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുവരിക, എന്തെങ്കിലുമൊക്കെ ക്യാമ്പുകളായിക്കോട്ടെ, അവിടെ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ എന്തും വേണ്ടി കുട്ടികൾക്ക് ഇടപെടാൻ അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇങ്ങനെ ക്യാമ്പുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിലേക്കൊക്കെ വളരെ പ്രോത്സാഹനത്തോടെ നമ്മുടെ കുട്ടികളെയൊക്കെ പറഞ്ഞു വിടുകയും അതിനെ എൻകറേജ് ചെയ്യുക, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കുട്ടികൾക്ക് അത്തരം അവസരങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. പിന്നെ ഈ അണുകുടുംബങ്ങളായിട്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കസിൻസിനെയും കുട്ടികളുടെ കസിൻസിനെയും കൂട്ടുകാരുടെ മക്കളെയൊക്കെ വല്ലപ്പോഴും നമ്മുടെ വീട്ടിലോട്ടൊക്കെ വിളിച്ചു വരുത്തുകയും അവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് താമസിക്കാനും ഒരുമിച്ച് കിടക്കാനും കളിക്കാനും ഒക്കെയുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനും
ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പഠിക്കുന്നത്. ഇതൊക്കെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും. പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ കൊണ്ട് തന്നെ പരിഹരിക്കുക. പ്രത്യേകിച്ച് ഈ അവധി സമയത്തൊക്കെ അവരുടെ പ്രശ്നങ്ങളൊന്നും നമ്മൾ പരിഹരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ആ പരിഹാരത്തിലേക്ക് അവരെ നയിക്കണം. ആ പരിഹാരത്തിലേക്കുള്ള ചിന്തകൾ അവർക്കുണ്ടാവാനായിട്ടൊക്കെ നമ്മൾ പരിശ്രമിക്കണം. നമുക്കത് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ പോലും എന്തെല്ലാം രീതിയിൽ ഇതിനെ പരിഹരിക്കാമെന്നൊക്കെ ഉള്ളതിൽ അതിൽ അവരുടെയും കൂടെ ഒരു കമ്മിറ്റ്മെൻറ്റും അവരുടെയും കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റും പാർട്ടിസിപ്പേഷനും ഒക്കെ ഉറപ്പാക്കുക. അതുപോലെ കുട്ടികളുടെ കാര്യത്തിലെങ്കിലും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുക. അവരുടെ പ്രായത്തിന് ചേരുന്ന കാര്യങ്ങളിലൊക്കെ അവരെ തീരുമാനമെടുക്കാനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് വേണ്ടി എല്ലാ തീരുമാനങ്ങളും അങ്ങ് എടുത്തു കൊടുത്ത് അവരെ കംപ്ലീറ്റ് അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്ത് കുഴപ്പത്തിലാക്കരുത്. ആവശ്യമില്ലാത്ത പ്രൊട്ടക്ഷനും വേണ്ട. അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലോ പ്രയാസങ്ങളിലോ ഒക്കെ അവധിക്കാലത്തൊക്കെ ചെന്ന് പെടുന്നെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനും ആ പ്രശ്നങ്ങളിലേക്ക് അവരുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളുടെയൊക്കെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനും ഒക്കെ അവരെ അനുവദിക്കുക. പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. തീരുമാനങ്ങൾ അവർക്ക് തന്നെ എടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. തീരുമാനങ്ങൾ എങ്ങനെ ഇഫക്റ്റീവായിട്ട് എടുക്കണമെന്ന് പഠിപ്പിക്കുക. കാരണം നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ഇൻഫർമേഷൻ നന്നായിട്ട് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട തീരുമാനം എടുക്കാനൊക്കെ അവരെ പഠിപ്പിക്കുക. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെയാണ് അവരെ വലിയ വലിയ കാര്യങ്ങൾ വേണ്ടി നാളെ ഒരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മുമ്പിൽ വരുന്ന ഒരു പ്രശ്നത്തെ ഏതെല്ലാം രീതിയിൽ പരിഹരിക്കാം, ഏതെല്ലാം രീതിയിൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യും. നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. അപ്പോൾ വെളിയിൽ നിന്ന് കഴിക്കുന്നു, ഓക്കെ, നല്ല കാര്യം. അപ്പോൾ വെളിയിൽ നിന്ന് കഴിക്കുമ്പോൾ എവിടെ പോയി കഴിക്കണം, എന്താഹാരം കഴിക്കണം, എത്ര രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ്, ഇതൊക്കെ കുട്ടികളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളിൽ എടുക്കുന്ന തീരുമാനവും ആ തീരുമാനം എടുത്തതിനെ സാഹചര്യത്തിന് ശേഷം അതിനെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എന്ത് പഠിച്ചു, അപ്പോൾ ഒരു തെറ്റായ തീരുമാനം എടുത്താൽ അതിൽ നിന്ന് എന്ത് പഠിച്ചു, അതൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. പഠനം ഒരു വളരെ വലിയ ഫാക്ടറാണ്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ വീട്ടിൽ എൻ്റെ ഇളയ മോനൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ആ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആ ഡേ എന്നാണെന്ന് നോക്കാതെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു സൺഡേ ആണത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള സാറ്റർഡേയും കൂടെ ലീവാണ്. അപ്പോൾ ആ സാറ്റർഡേയും കൂടെ ലീവ് ആയിരുന്നതുകൊണ്ട് ആ യാത്ര വേണേൽ സാറ്റർഡേ ആക്കാമെന്നൊക്കെ അവരവിടെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഇതൊക്കെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ബുക്ക് ചെയ്യുന്ന ആ ഡേറ്റ് ഏത് ദിവസമാണ്, ആ ഒരു ദിവസം നേരത്തെ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഗുണം എന്താണ്, ദോഷം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര കണ്ട് നമ്മുടെ വ്യൂ വൈഡറാകുന്നു, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വൈഡറാകുന്നു, കുറേ കൂടെ സ്ട്രോങ് ആയിരിക്കും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കുട്ടികളെ ജീവിതത്തിന് വേണ്ടി ഒരുക്കിയെടുക്കാൻ കഴിയുന്നത്. അതുപോലെ ആ കുട്ടികളിൽ വേണ്ട വലിയൊരു കാര്യമാണ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഏത് സാഹചര്യത്തിലും നമ്മൾ വിചാരിക്കുന്ന പോലെ മാത്രം കാര്യങ്ങൾ പോകുന്ന കുട്ടികളെ ഒരിക്കലും ധരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യരുത്. നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. കുറച്ച് പണം അങ്ങോട്ടുള്ളത് കൊണ്ടെല്ലാം നമ്മുടെ വരുതിയിൽ വരുത്താമെന്നൊക്കെ ചിന്തിപ്പിച്ച് കുട്ടികളെ വളർത്തുന്ന പേരൻസ് കൊണ്ട് അങ്ങനെ ചിന്തിച്ച് വളരുന്ന കുട്ടികളുമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ സ്കോപ്പിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാവും. അത് വന്നു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏത് സാഹചര്യവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ കുട്ടികളെ പഠിപ്പിക്കുക, ഫ്ലെക്സിബിളായിരിക്കാനും അക്കോമഡേറ്റ് ചെയ്യാനും പഠിപ്പിക്കുക. കോംപ്രമൈസ് ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും ഒന്നും കോംപ്രമൈസ് ചെയ്യണമെന്നല്ല, പക്ഷെ അവിടെ നിന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെയും കൂടെ അതിനകത്തോട്ടൊന്ന് പരിഗണിക്കാൻ, അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചൊന്ന് ഫ്ലെക്സിബിൾ ആകാനൊക്കെ കുട്ടികളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് അവധിക്കാലത്ത് ക്യാമ്പുകളിലൊക്കെ കുട്ടികൾ പോകുമ്പോഴുള്ള വലിയൊരു ഗുണം, അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ അവർ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാറിയൊക്കെ ബന്ധുവീടുകളിലൊക്കെ താമസിക്കുമ്പോൾ പല കാര്യങ്ങളിലും അവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞതുപോലെ അങ്കിളുടെ വീട്ടിലാണ് സാറേ, അപ്പോൾ അവൻ അങ്കിളുടെ വീട്ടിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടാ അങ്കിളുടെ വീട്ടിൽ? ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വീട്ടിലായിരുന്നപ്പോൾ അടുക്കളയിലൊക്കെ പോയി എല്ലാ പാട്ടയും തുറന്നു നോക്കി അങ്ങ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അങ്ങനെ പാട്ടയ്ക്കകത്തൊന്നും വെച്ചിട്ടില്ല. രാവിലെ കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര വിശപ്പാണ്. ഞാൻ പറഞ്ഞു, നിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറയാൻ ഇത് സഹായിക്കും. ശരിയാ
ആംഗിൾ ഒരു തരത്തിൽ അത് നല്ലൊരു ട്രെയിനിങ് ആണ്. കാരണം അവൻ എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ധാരാളം വണ്ണമുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അവൻ വീടൊന്ന് മാറി നിന്നപ്പോൾ അവന് അതിനെ അതിജീവിക്കാനുള്ളൊരു സാഹചര്യം ലഭിച്ചു. അപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആകാനും ഒക്കെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ധാരാളം കൊടുക്കുക. അക്കോമഡേറ്റ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആകാനും ഒന്നും കഴിയാത്ത കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ളവർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മറ്റുള്ളവരെയും കൂടെ ചേർത്തുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുട്ടികളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പാഷൻ ഫോർ അതേഴ്സ്. നമ്മൾ ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഒക്കെ നമുക്കുണ്ട്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്, നമുക്ക് ഒരുപാട് ഫോർച്ചുനേറ്റാണ് നമ്മൾ. പക്ഷേ അതൊന്നും അല്ലാത്ത ആൾക്കാരും ഈ ലോകത്തുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് കരുതാൻ, അവരെയും കൂടെ ഒന്ന് സ്നേഹിക്കാൻ, ഞാനും എൻ്റെ കുഴിമന്തി എന്നുള്ള ചിന്തയ്ക്കപ്പുറം മറ്റുള്ളവരുടെയും കൂടെ മനോവേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കരുതാൻ നമ്മൾ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കണം. നമുക്കിതെല്ലാം ഉള്ളത് നമ്മൾ ഏതാണ്ട് വലിയ പ്രിവിലേജ്ഡ് ക്ലാസ് ആയതുകൊണ്ടൊന്നും അല്ല, ഒരു ഫോർച്ചുനേറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. ചിലരൊക്കെ ഇല്ലാതായി പോയത് അവർ ഏതോ കുഴപ്പം പിടിച്ച ആൾക്കാരായതുകൊണ്ടൊന്നും അല്ല, അവർ അൺഫോർച്ചുനേറ്റായി പോയതാണ്. ഇതേ പ്രശ്നം നമുക്കും ഉണ്ടാകാം. നമ്മുടെ തലയിൽ ഒരു ഞരമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ നമ്മുടെയും ബുദ്ധിയും നമ്മുടെ കഴിവുകളും ഒക്കെ ചിലപ്പോൾ എല്ലാം പരാജയപ്പെട്ടെന്നിരിക്കും. അപ്പോൾ അത് നമുക്കിപ്പോൾ ആ ഉള്ളൊരു ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ നമ്മൾ വളരെ താങ്ക്ഫുൾ ആയിരിക്കണം, നമ്മൾ വളരെ കമ്പാഷനേറ്റ് ആയിരിക്കണം. ഇതൊക്കെ ചെറിയ പ്രായത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഈ വാല്യൂസൊക്കെ അവരിൽ ചെറിയ പ്രായം മുതലേ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ കുട്ടികളിൽ ഉണ്ടാവേണ്ട ഒരു വലിയ ഇമോഷണൽ ഗ്രോത്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാം, ആ സാഹചര്യത്തെ എങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, ആ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാം, ഇതൊക്കെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ചെറിയ പ്രായം മുതലേ പഠിക്കണം. എല്ലാം അവർക്ക് വേണ്ടി അങ്ങ് ചെയ്തു കൊടുക്കാൻ. ഇതൊക്കെ പേരൻസിനെ കണ്ടുമാണ് കുറേയൊക്കെ പഠിക്കുന്നത്. ഒരു ഡിഫിക്കൽറ്റിയും ചലഞ്ചും ഒക്കെ വരുമ്പോൾ പേരൻസ് എങ്ങനെയാണ് അതിനെ പോസിറ്റീവായിട്ടാണോ അതിനോട് അപ്രോച്ച് ചെയ്യുന്നത്, സാഹചര്യങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാറുണ്ടോ, ഒന്ന് മാറാനായിട്ട് പരിശ്രമിക്കാറുണ്ട്, ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പരിശ്രമിക്കാറുണ്ട്, ഒന്ന് ബെറ്ററാക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്, സോൾവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. അത് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണോ, എല്ലാം മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണ്, പ്രധാനമന്ത്രിയുടെ കുഴപ്പമാണെന്നും പറഞ്ഞിരിക്കുകയാണോ, അതോ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലെങ്കിലും നമ്മൾ ഒന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് എല്ലാവരും നമുക്കെല്ലാം കിട്ടണം, നമുക്കെല്ലാം അനുകൂലമായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മളെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ ലോകത്ത് കുറച്ചുകൂടെ ലോകത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ, ലോകത്തെ കുറേ കൂടെ മനോഹരമാക്കാൻ, ലോകത്തെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ തന്നെ ഇലക്ഷൻ തന്നെ വരികയാണ്. എനിക്കെന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇലക്ഷന് പോയി വോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യേണ്ടത് സമൂഹത്തിന് ഏറ്റവും ഗുണം കിട്ടുന്നത് ആരെ ജയിപ്പിക്കുമ്പോഴാണ്. ആരാണ് ഞങ്ങളുടെ സമൂഹത്തിന് പറ്റിയ ഏറ്റവും മികച്ച നേതാവ്, ആരാണ് ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ സത്യസന്ധത ഇൻറ്റഗ്രിറ്റിയൊക്കെ സൂക്ഷിക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ നന്മ സൂക്ഷിക്കുന്നത്, ആരാണ് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ അല്ലാതെ എനിക്ക് കൊള്ളാവുന്നത് എൻ്റെ മതത്തിനും എൻ്റെ ഉഡായിപ്പിനും ഒക്കെ കൊള്ളാവുന്ന ആളെ തിരഞ്ഞെടുക്കാനല്ല നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയാണ് കുട്ടികളിലൊരു സിറ്റിസൺറി കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകുന്നത്. അവരിലെ നല്ല രീതിയിലുള്ളൊരു ഇമോഷണൽ ഗ്രൂമിങ് വരുമ്പോഴാണ്, നല്ലൊരു സോഷ്യൽ സ്കില്ല് വരുമ്പോഴാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്നുള്ള ഇതിൽ നിന്ന് ഞങ്ങൾ, സമൂഹം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അവിടെയാണ് അവർക്ക് തൊഴിലും സാധ്യതകളും എല്ലാം ഉണ്ടാകുന്നത്. എന്താണൊരു ജോബ് എന്ന് പറയുന്നത്, എന്താണൊരു ബിസിനസ് എന്ന് പറയുന്നത്, സമൂഹത്തിലെ ഒരു അൺമെറ്റ് നീഡിനെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുമ്പോഴാണ്, സമൂഹത്തിലെ ഒരു ഇല്ലായ്മയോ കുറവിനെയോ ഒരു പ്രശ്നത്തെയോ നമ്മൾ പരിഹരിക്കുന്നതാണ് ജോബായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു സേവനമായി മാറുന്നത്, ഒരു ബിസിനസ്സായി മാറുന്നത്. ഇതെല്ലാം കുട്ടികൾക്ക് ഈ സാധ്യതകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ചെറിയ പ്രായം മുതലേ അവരുടെ ഇമോഷണൽ സോഷ്യൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളിലേക്ക് അവർ വഴുതി വീഴാതിരിക്കാൻ ഇതൊരു വലിയ കവചമാണ്. ഇമോഷണലി സ്ട്രോങ് ആയി നിൽക്കുന്ന ആൾക്കാർ അവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ഒരുപാട് കുട്ടികളാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പലതരത്തിൽ പിടിപെടുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിലൊന്നുമുള്ള അവരുടെ ഡെവലപ്മെൻ്റൽ നീഡ്സൊന്നും നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല. ചില കുട്ടികളൊക്കെ ഇമോഷണലി ഓക്കെയാണ്, അവർ ഫോർച്ചുനേറ്റാണ്, അവർക്ക് നല്ല ജെനറ്റിക്സ് ഉണ്ട്, നല്ല എൻവയോൺമെൻറ്റാണ്, അവരുടെ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ്. എന്നാൽ ചില കുഞ്ഞുങ്ങളിൽ ഇത് വളരെ വൾണറബിളാണ്. അത്തരം കുഞ്ഞുങ്ങളെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി
പ്രത്യേകിച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ, അറ്റൻഷൻ ഡിസോർഡറുള്ള കുട്ടികൾ, ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അതുപോലെ തന്നെ വളരെ പേടിയുള്ള കുട്ടികൾ, ആങ്സൈറ്റി ഉള്ള കുട്ടികൾ, അമിതമായി ദേഷ്യവും മറ്റുമുള്ള കുട്ടികൾ, അത്തരം കുട്ടികളെയൊക്കെ ധാരാളമായിട്ട് ഈ സമയത്ത് പുറത്തിറക്കി കളിപ്പിക്കുകയും കൂടുതൽ സമൂഹവുമായിട്ട് ഇടപെടുത്താനും കൂടുതൽ അവരെ ആക്ടിവിറ്റീസിലേക്കും കൂടുതൽ പിന്നെ മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കത്തിലേക്കും ഒക്കെ നയിച്ചാൽ ആരോഗ്യപരമായൊരു ജനത നമുക്ക് ചുറ്റും രൂപപ്പെടും. നമ്മുടെ മക്കളും വളരെ മിടുക്കരായി മാറും. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ഇത് നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് പൊതുവേ നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഹാപ്പി ലിവിങ്.